രാഹുൽ മാങ്കൂട്ടത്തിൽ പേടിയിൽ ഞെട്ടിവിറച്ച് LDFും UDFും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി 2-3 വീഡിയോകൾ കൊണ്ട് LDFിനെയും UDFിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബരിമലയെക്കുറിച്ചുള്ള വീഡിയോ ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ശബരിമല സ്വർണ്ണക്കൊള്ളയെപ്പറ്റി ഇന്നലെ ഇട്ട വീഡിയോ സംസ്ഥാന സർക്കാരിൻ്റെയും സൈബർ സെല്ലിൻ്റെയും നിർദ്ദേശപ്രകാരം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നു. ഇനി നിങ്ങളത് സൈബർ ഇടങ്ങളിൽ ആകെ നിരോധിച്ചാലും ജനങ്ങൾ പാടും, സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. ഇങ്ങനെ പേടിക്കാതെ. ഇതാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത്. രാഹുലിൻ്റെ അവസാന വീഡിയോയിൽ, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ രാഹുൽ തുടങ്ങിയത് ഒരു ചെറിയ ചാറ്റൽ മഴ പോലെ തുടങ്ങി, പിന്നീട് ഒരു പേമാരിയിലേക്കെത്തി, ഒരു കടലിരമ്പം പോലെ ആർത്തലച്ചാണ് ആ വീഡിയോ രാഹുൽ അവസാനിപ്പിക്കുന്നത്. അത് സ്വർണം കെട്ടവനാരപ്പ എന്നുള്ള പാരഡി ഗാനത്തിൽ കൂടി പതുക്കെ തുടങ്ങിയാണ് രാഹുൽ ഈ ശബരിമല വിഷയത്തിൽ LDFിനെ, പിണറായിയെ കടന്നാക്രമിക്കുന്നത്, പിണറായി സർക്കാരിനെ കടന്നാക്രമിക്കുന്നത്. അത് കൃത്യമായി പറഞ്ഞാൽ സതീശനും VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും സണ്ണി ജോസഫിനുമുള്ള ഒരു പാഠം കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലേത്. ഇങ്ങനെയാണ് രാഷ്ട്രീയം പറയേണ്ടത്, ഇങ്ങനെയാണ് ശബരിമല വിഷയം ഉന്നയിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് ശബരിമല വിഷയം നിങ്ങൾ ഉന്നയിക്കേണ്ടിയിരുന്നത്. പക്ഷെ നിങ്ങളത് ഉന്നയിച്ചില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് നിങ്ങൾ പുറത്താക്കിയ ബലാത്സംഗ കുറ്റം ആരോപിച്ചുകൊണ്ട് നിങ്ങൾ അരിഞ്ഞു വീഴ്ത്തിയ ഞാനിതാ വന്ന് പറയുന്നു, ഇങ്ങനെയൊക്കെയായിരുന്നു നിങ്ങൾ പറയേണ്ടിയിരുന്നത് എന്ന് രാഹുൽ പറയാതെ പറയുകയാണ് ആ ശബരിമല വീഡിയോ വഴി. അത് രണ്ട് കൂട്ടരെയും, UDFിനെ മാത്രമല്ല ഈ പറയുന്ന 3 പേരെയും, സണ്ണി ജോസഫിനെയും രമേശ് ചെന്നിത്തലയും, അതിലൊക്കെ ഉപരിയായി VD സതീശനെയും മാത്രമല്ല ആ ശബരിമല വീഡിയോ പ്രതിരോധത്തിലാക്കിയത്, മറിച്ച് പിണറായി വിജയനെ കൂടിയാണ്. അതുകൊണ്ട് ഈ 2 പേരും ഒന്നിച്ചിരിക്കുന്നു. 1991 ഇറങ്ങിയ കൺകെട്ട് എന്ന സിനിമയിലെ മാമുക്കോയുടെ ഒരു കഥാപാത്രത്തിനാണ് ഇപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കീലേരി അച്ചു എന്ന് പറയുന്ന ഒരു പേടിത്തൊണ്ടനായിട്ടുള്ള ഒരു ഗുണ്ട, കത്തിയുമായി ആരുണ്ടടാ എന്നെ പൂട്ടാൻ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന, എല്ലാവരെയും ഭയപ്പെടുത്തുന്ന കീലേരി അച്ചു. അവസാനം ഒരാൾ തിരിഞ്ഞു നിന്നു, ജയറാം. അതോടുകൂടി കീലേരി അച്ചു ജയറാമിൻ്റെ കയ്യിൽ തോളിൽ കൈയിട്ടുകൊണ്ട് പറയുകയാണ്, എടാ ഞങ്ങളോട് 2 ആളോടും മുട്ടാൻ ഇനി ആരുണ്ടടാ. ഇതാണ് ഇപ്പോൾ LDFിൻ്റെയും, അതായത് പിണറായി വിജയൻ്റെയും VD സതീശൻ്റെയും അതേപോലെ രമേശ് ചെന്നിത്തലയുടെയും സണ്ണി ജോസഫിൻ്റെയും അവസ്ഥ. കീലേരി അച്ചുവാണ് ഇവർ. കീലേരി അച്ചുമാർ ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് തോളിൽ കൈയിട്ടിരിക്കുന്നു. ഈ ജയറാം എന്ന കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന രാഹുലിന് വേണ്ടി ഈ കീലേരി അച്ചുമാർ യോജിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ശബരിമല വീഡിയോ ഇവർ 2 പേരും ഭയപ്പെടുന്നു, ഇവർ 2 പേരും ഒരുപോലെ ഭയക്കുന്നു. അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ ആ വീഡിയോ നിരോധിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ കോൺഗ്രസ് പുറത്താക്കിയ, കോൺഗ്രസ് വെട്ടിയൊതുക്കിയ VD സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും കൂടി ഭയപ്പെടുന്ന, അവർ ചേർന്ന് ഇല്ലാതാക്കിയ ഈ ചെറുപ്പക്കാരനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? എന്തിനാണ് കീലേരി അച്ചുമാരെ, ഈ രാഹുലിനെ, ഒറ്റയ്ക്ക് നിൽക്കുന്ന രാഹുലിനെ നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത്? എന്തിനാണ് ഭയക്കുന്നത്? അയാൾ ഇപ്പോൾ എങ്ങുമില്ല, കോൺഗ്രസിലെ പ്രാഥമിക അംഗത്വം പോലുമില്ല. നിങ്ങൾ അയാളെ വെട്ടിയരിഞ്ഞ് കളഞ്ഞതാണ്. എന്നിട്ട് പോലും നിങ്ങൾ ആ ചെറുപ്പക്കാരനെ ഭയക്കുന്നെങ്കിൽ അയാളിൽ എന്തോ ഉണ്ട്. തൃശ്ശൂരിലെ പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓരോ വീഡിയോയും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കഴിയാത്ത, നിങ്ങൾക്ക് ഒരിക്കലും ഈ ജന്മത്തിൽ കഴിയാത്ത, 10 വർഷം കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ 2-3 വീഡിയോകൾ വഴി അദ്ദേഹം സാധിച്ചു. ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഓരോ സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെയും, ഓരോ സാധാരണ കോൺഗ്രസ് അനുഭാവികളുടെയും മനസ്സിലുണ്ടായിരുന്നതാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. നിങ്ങൾക്കത്
പറയാൻ കഴിയില്ല, നിങ്ങൾക്ക് പറയാത്ത കാര്യമാണ്, നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്, നിങ്ങൾക്ക് 100 ജന്മം ജനിച്ചാലും പറയാൻ കഴിയാത്ത കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൻ്റെ നടുവിൽ കയറി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പറഞ്ഞത്. നിങ്ങൾ ഭയന്നുപോയി, പിണറായി വിജയൻ ഭയന്നുപോയി, രമേശ് ചെന്നിത്തല ഭയന്നുപോയി, VD സതീശൻ ഭയന്നുപോയി, സണ്ണി ജോസഫ് ഭയന്നുപോയി. ഈ കീലേരി അച്ചുമാർ ഒരുമിച്ചിരിക്കുകയാണിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന പോരാളിക്കെതിരെ കീലേരി അച്ചുമാർ യോജിച്ചിരിക്കുന്നു, അദ്ദേഹത്തെ ഭയക്കുന്നു. ഇനി അദ്ദേഹം ഇങ്ങനെ വീഡിയോയുമായി വരരുത് എന്ന് കരുതിയിട്ടാണ് ഇത്തരമൊരു നിരോധനം ഏർപ്പെടുത്തിയത്. ഇത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചറിയണം, സാധാരണ കേരളത്തിലെ ഓരോ പൗരന്മാരും തിരിച്ചറിയണം. ഇത്തരത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പോരടിക്കുന്ന യുവാക്കളെ എങ്ങനെയാണ് വൃദ്ധ നേതൃത്വങ്ങൾ വെട്ടിനിർത്തുന്നത് എന്നതാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നിരോധനം എന്ന് പറയുന്ന അറ്റക്കൈ. നാണമില്ലേ നിങ്ങൾക്ക്? എന്തിനാണ് നിരോധിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വീഡിയോകളെ ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഡിയോകൾ ഇനി വരാതിരിക്കാൻ വേണ്ടി മുൻകരുതലെടുക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ ചെറുപ്പക്കാരനെ ഇത്രമാത്രം ഭയക്കുന്നത്? അത്രയ്ക്ക് ഭയക്കേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയാണ് വന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയക്കേണ്ട ആൾ തന്നെയാണെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് CPM-ലെയും കോൺഗ്രസിലെയും ഈ പടുകിളവന്മാർ അദ്ദേഹത്തെ ഭയന്ന് ഈ 2, 3, 4 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഈ വീഡിയോകൾ നിരോധിക്കാൻ വേണ്ടി ഒന്നിച്ചിരിക്കുന്നത്. അങ്ങനെ കീലേരി അച്ചുമാർ തോളത്ത് കൈയിട്ടാൽ തിരിഞ്ഞു പോകുന്നയാളല്ല രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും. അതിനുവേണ്ടി കാത്തിരിക്കുക. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.